ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകേണ്ട എന്ന് CPIM തീരുമാനം. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതിയ ഭരണസമിതിയിൽ തീരുമാനമുണ്ടാകും. മുൻ MP എ സമ്പത്ത്, മുൻ MLA TK ദേവകുമാർ എന്നിവരെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇതിനിടെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ നീക്കം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ A പത്മകുമാറിനെയും N വാസുവിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി R ഷെയ്ത്തും ഒപ്പം തന്നെ സലീം മാലിക്കും ചേരുന്നുണ്ട്. ആദ്യം R ഷെയ്ത്തിലേക്കാണ്. ഷെയ്ത്ത്, ഈ ബോർഡിന്റെ കാലാവധി നീട്ടുക എന്നുള്ളത് സർക്കാരിന്റെ പരിഗണനയിലുള്ളതായിരുന്നു. അത്തരത്തിലുള്ള ആലോചനകൾ സജീവമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. നിലവിലെ ബോർഡ് തന്നെ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം, ഹൈക്കോടതിയിൽ നിന്ന് ഗുരുതര സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം. ഇതിനിടയിൽ എന്താണ് CPIM ആലോചിക്കുന്നത്? അധ്യക്ഷ സ്ഥാനത്തേക്ക്, ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മനസ്സിലുള്ള പേരുകൾ, സാധ്യതയുള്ള പേരുകൾ ഏതു തരത്തിലാണ് ഷെയ്ത്ത്? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി ഈ മാസം 12-ന് അവസാനിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗം A അജികുമാർ എന്നിവരുടെ കാലാവധിയാണ് നവംബർ 12-ന് അവസാനിക്കുന്നത്. എന്നാൽ മണ്ഡലകാലം അടുത്ത സാഹചര്യത്തിൽ മറ്റൊരു ഭരണസമിതിക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമില്ലാത്തതിനാൽ നിലവിലുള്ള ഭരണസമിതിയെ തുടരാൻ അനുവദിക്കണമെന്ന തരത്തിൽ ചർച്ചകളുണ്ടായിരുന്നു. ഓർഡിനൻസ് വഴി ഇവർ കാലാവധി നീട്ടി നൽകാനുള്ള നീക്കമാണ് നടന്നത്. അതിനിടെയാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് നിലവിലുള്ള ബോർഡിനെതിരെയും ഗുരുതരമായ നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ബോർഡിനെ തുടരാൻ അനുവദിച്ചാൽ അത് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് CPIM വിലയിരുത്തി. അങ്ങനെയാണ് ബോർഡിന് കാലാവധി നീട്ടി നൽകേണ്ടതില്ല എന്ന ധാരണയുണ്ടായത്. അത് ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് അതിനു മുമ്പ് തന്നെ അത്തരം ഒരു തീരുമാനത്തിലേക്ക് CPIM എത്തിച്ചേർന്നിരുന്നു. അതിൻ്റെ ഭാഗമായി CPIയോട് കൂടി അവരുടെ പ്രതിനിധി ആരാണെന്ന് അറിയിക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ CPIയുടെ പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണൻ എന്ന തിരുവനന്തപുരത്തെ സംസ്ഥാന കൗൺസിൽ അംഗത്തിൻ്റെ പേര് നിർദ്ദേശിച്ചു. ഇനി CPIന്റെ പ്രതിനിധിയായി വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ് എന്നാണ് അറിയാനുള്ളത്. ആ സ്ഥാനത്തേക്കാണ് പ്രധാനമായും 2 പേരുകൾ പരിഗണിക്കുന്ന എന്ന് സൂചന വന്നത്. A സമ്പത്തിൻ്റെ പേരും ഒപ്പം തന്നെ TK ദേവകുമാറിൻ്റെ പേരും. ഇതിൽ A സമ്പത്തിൻ്റെ പേരിനാണ് ഇപ്പോൾ മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത്. ദേവകുമാറിൻ്റെ പേരിന് പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിന് സാധ്യതയില്ലെന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. കാരണം ആലപ്പുഴയിൽ നിന്ന് നിലവിൽ ഒരു ദേവസ്വം ബോർഡ് അംഗം സന്തോഷ് കുമാർ ഭരണസമിതിയിലുണ്ട്. അപ്പോൾ രണ്ടാമത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് വീണ്ടും ഒരു പ്രാതിനിധ്യം നൽകുന്ന കാര്യം CPIM പരിഗണിക്കുന്നില്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. സമ്പത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലുള്ള മറ്റേതെങ്കിലും നേതാക്കളായിരിക്കും ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക. നാളെ അന്തിമ തീരുമാനമുണ്ടാകും. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. മുൻ MP എ സമ്പത്തിന്റെയും മുൻ MLA TK ദേവകുമാറിന്റെയും പേരുകൾ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. R ഷെയ്ത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.